ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ സൂപ്പർ ഫോറിൽ ഇടമുറപ്പിച്ച് ഇന്ത്യക്ക് ഇന്ന് പരിശീലന മത്സരം. യുഎഇക്കും പാകിസ്ഥാനുമെതിരെ ജയിച്ച് അടുത്ത റൗണ്ടിൽ ഇടം പിടിച്ച ഇന്ത്യക്ക് പ്രാഥമിക റൗണ്ടിലെ അവസാന കളിയിൽ ഒമാനാണ് എതിരാളികൾ. ഏഷ്യ കപ്പിൽ ഇന്ത്യ ഇന്ന് ഒമാനെ നേരിടുകയാണ്. ആദ്യ മത്സരത്തിൽ യുഎഇയെ 9 വിക്കറ്റിനും രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാനെ 7 വിക്കറ്റിനും തോൽപ്പിച്ച ഇന്ത്യ സൂപ്പർ ഫോറിലെ പോരാട്ടങ്ങൾക്ക് മുന്നോടിയായുള്ള പരിശീലന മത്സരമായാവും ഒമാനെതിരായ പോരാട്ടത്തെ കാണുക. കഴിഞ്ഞ 2 മത്സരങ്ങളും തോറ്റു പുറത്തായ ഒമാൻ മാനം കാക്കാനുള്ള പ്രകടനമായാവും ഇന്ത്യക്കെതിരെ നടത്തുന്നത്. 2 കളികളിലും രണ്ടാമത് ബാറ്റ് ചെയ്യേണ്ടി വന്നതിനാൽ കാര്യമായ ബാറ്റിംഗ് അവസരം ലഭിക്കാതിരുന്ന ഇന്ത്യ ഇന്ന് ബാറ്റർമാർക്ക് പരമാവധി ചാൻസ് നൽകാനായിരിക്കും ശ്രമിക്കുക. മലയാളി താരം സഞ്ജു സാംസണും ഹാർദിക് പാണ്ഡ്യയും ശിവം ദുബെയും അടങ്ങിയ മധ്യനിര പരീക്ഷിക്കപ്പെട്ടിട്ടേയില്ല. അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ചേർന്ന മുൻനിര തന്നെ കളി തീർക്കുന്നതാണ് മുൻ മത്സരങ്ങളിൽ കണ്ടത്. സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് ഇന്ന് വിശ്രമം അനുവദിച്ചേക്കും. അങ്ങനെയെങ്കിൽ പകരം അർഷ്ദീപ് സിംഗിനായിരിക്കും അവസരം. സ്പിന്നർമാരായ കുൽദീപ് സിംഗും വരുൺ ചക്രവർത്തിയും മിന്നും ഫോമിലാണ്. ഞായറാഴ്ച സൂപ്പർ ഫോറിൽ പാകിസ്ഥാനെ ഇന്ത്യ നേരിടുന്നുണ്ട്. ഇതിനു മുന്നോടിയായുള്ള പരിശീലന മത്സരം എന്ന നിലയിലാവും ഇന്ത്യ ഒമാൻ പോരാട്ടത്തെ കാണുക. ഇന്ത്യയുടെ ടീം കരുത്തിനോട് മുട്ടി നിൽക്കാനുള്ള ശേഷി ഒമാനില്ലെന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യ ബെഞ്ച് കരുത്ത് പരീക്ഷിക്കാൻ ഉറച്ചാവും ഒമാനെതിരെ ഇറങ്ങുക. ആദ്യ 2 മത്സരത്തിലും ഇന്ത്യ കളിപ്പിച്ച താരങ്ങളിലെ പല പ്രധാനികൾക്കും വിശ്രമം നൽകി പുറത്തിരിക്കുന്നവർക്ക് അവസരം നൽകണമെന്ന് മുൻ താരങ്ങൾ അടക്കം അഭിപ്രായപ്പെടുന്നുണ്ട്. സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.